ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക്, പ്രധാനമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർക്ക്, അതേപോലെ തന്നെ പഠിക്കാനിരിക്കുന്നവർക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സഹായകമാകുന്ന ഒരു കാര്യം എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടും തുറന്നു നോക്കുന്ന സാധനം ആദ്യം തന്നെ സിലബസ് ആയിരിക്കും അല്ലേ. സിലബസ് നോക്കുമ്പോൾ തന്നെ വളരെയധികം കടൽ പോലെ ഇങ്ങനെ സിലബസ് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. പരീക്ഷ ഇനിയും ഒരുപാട് മാസങ്ങളില്ല നമ്മുടെ മുന്നിൽ അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ആദ്യം നോക്കി പോകുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വരുന്ന പരീക്ഷകളിൽ മേടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, വെറും 10 മിനിറ്റ്, ഒരു 10-12 മിനിറ്റ് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം നോക്കുക, നമ്മുടെ 10th പ്രിലിംസ് എക്സാമിനേഷനെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന കുറച്ച് എക്സാമിനേഷൻസ് പറയുന്നത്, ഒന്ന് നമ്മുടെ BECO-LD ആണ്, മറ്റൊന്ന് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്, മറ്റൊന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയും കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ 10th പ്രിലിമിനറി എക്സാമിനേഷൻസിന്റെ ഒരു സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഒന്നാമത് തന്നെ അതിനകത്തൊരു സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ ഭാഗമാണ് അല്ലെ. മുതൽ 60 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തു നിന്ന് മാത്രം വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല അല്ലെ, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല എന്നിവ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആദ്യം തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ. ഓക്കെ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഇത് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ട റെഫറൻസ് ബുക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് SSCRTയുടെ പുസ്തകങ്ങളാണ്. പുതുതായിട്ട് ഇപ്പോൾ മാറി വന്നിട്ടുള്ള SSCRT പുസ്തകങ്ങൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പറയുന്ന ഉത്തരപർവ്വത മേഖലകളായിക്കോട്ടെ, അതേപോലെ തന്നെ പീഠഭൂമികളും മറ്റൊക്കെ ഒരുപാട് ഇതിനെ സഹായിക്കുന്നുള്ളത്, പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിർത്തികൾ, ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്ന ഇന്ത്യ അതിർത്തികൾ പങ്കിടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പരീക്ഷകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. മൂന്നാമതായിട്ട് ഈ പറയുന്ന ഹിസ്റ്ററി എന്നുള്ള ഒരു ഭാഗമാണ്. ആ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെ, പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്ന സമരമുറകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമതായിട്ട് നിങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടത്, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നും പൗരന്റെ അവകാശങ്ങളും കടമകളും, ഒരു പൗരന് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അവന്റെ കടമകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ആ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ചിലർ വിട്ടുപോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ തൊടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. എല്ലാവരും ചെയ്യണമെന്നില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്, വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കാറുണ്ട്. പക്ഷേ അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ വരുന്നൊരു ഭാഗവും കൂടിയാണ് അതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖല തന്നെ ആണെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ തൊട്ട് പറഞ്ഞൊരു കാര്യത്തിന് ഒരു അഡീഷണൽ പോയിന്റ്സ് കൂടെ പറയട്ടെ. അതായത് നമ്മുടെ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമായിരുന്നു, അവരുടെ സമരമുറകൾ ഏതെല്ലാമായിരുന്നു, സമരങ്ങൾ എങ്ങനെല്ലാമായിരുന്നു, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തെല്ലാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നതും അത് SCRTയുടെ പുസ്തകങ്ങൾ തന്നെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SCRT ബേസ്ഡാണ് ഈ പറയുന്ന പരീക്ഷകളുടെ ചോദ്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാം ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഓക്കെ, അതേപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളം വിട്ടുപോകാൻ പാടില്ല. കേരളം വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഐക്യ കേരള, അതേപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കേരള നിയമസഭ, ഒന്നാം കേരള നിയമസഭയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്നാം കേരള നിയമസഭയെ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പൗരന്റെ അവകാശങ്ങളും കടമകളോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ,
ഈ പറഞ്ഞ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ അടിസ്ഥാനമായിട്ടുള്ള എന്താണ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് പോകണം. നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പ്രധാനമായിട്ട് ചോദിച്ചു വരാറുണ്ട് എന്നുള്ളത്. അടുത്ത് നോക്കേണ്ടത് ഈ പറയുന്ന കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അത് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് നദികളും കായലുകളുമാണ് അല്ലേ. നദികളും കായലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ തന്നെ കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മലനാട് ഇടനാട് തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം നദികൾ ഈ പറയുന്ന കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അതേപോലെ തന്നെ പടിഞ്ഞാറ് കിഴക്കോട്ട് ഒഴുകുന്നു, എത്ര നദികൾ ഒഴുകുന്നു, അതിന്റെ ഈ പറയുന്ന ട്രിബ്യൂട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊന്നാണ് ഈ പറയുന്ന വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്നുള്ളതാണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും പ്രധാനമായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയങ്ങളിൽ കേരള ചരിത്രങ്ങൾ പഠിക്കേണ്ടതാണ്. കേരള ചരിത്രവും ഇന്ത്യ ചരിത്രത്തിനകത്തും പ്രധാനമായിട്ട് ഈ പറഞ്ഞ സാമൂഹിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ സമാജങ്ങൾ ഈ പറഞ്ഞ ആര്യ സമാജം ബ്രഹ്മ സമാജവുമായി ബന്ധപ്പെട്ട സമാജങ്ങളൊക്കെ ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതുകൂടാതെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു എന്തുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ അത് ഹൈലൈറ്റ് വെച്ചേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന PSCയുടെ പരീക്ഷകളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മേഖലയാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളെ ബന്ധപ്പെട്ട അവരുടെ കൃതികൾ, പ്രധാനപ്പെട്ട കൃതികൾ, അവരുടെ പ്രധാനപ്പെട്ട സംഘടനകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തോട് ബന്ധപ്പെട്ട് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ എന്നിവരെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ച് ആദ്യം തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സെറ്റാണല്ലോ. അതെന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അടുത്തതാണ് നാച്ചുറൽ സയൻസിൽ നിന്ന്. നാച്ചുറൽ സയൻസിൽ നിന്ന് പ്രധാനമായിട്ടും ചോദ്യം വരിക 10 മാർക്കിനാണ്. അത് നോക്കുക. അതിനകത്ത് ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ്, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു വാസ്റ്റ് വൈഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അല്ലേ. അത് പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാറുണ്ട്, കറക്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് ഈ പറഞ്ഞ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് പറ്റും അവിടെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ജീവകങ്ങൾ ഇവിടെ വിറ്റാമിൻ B അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പഠിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അടുത്തത് രോഗങ്ങളും രോഗകാരികളും അല്ലെ ഈ പറയുന്ന വെക്ടേഴ്സും അതേപോലെ തന്നെ അവർ പരത്തുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ അതിന്റെ ലക്ഷണങ്ങളും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും. ഇത് ഏറെക്കുറെ എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയും പറയുകയാണ് വനങ്ങളും വനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം. എത്ര വനങ്ങളുണ്ട്, ഈ റിസർവ് ഫോറസ്റ്റുകൾ ഏതെല്ലാം ഉണ്ട്, ബയോസ്ഫിയർ ഏതെല്ലാം ഉണ്ട്, അതേപോലെ പ്രധാനമായിട്ട് സംരക്ഷിച്ച് പോന്നിരുന്ന വനങ്ങൾ ഏതെല്ലാമാണ്. ഇപ്പൊ ഓരോ വനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ എവിടെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും വനങ്ങൾ കൂടിയത് എവിടെയാണ്, കുറഞ്ഞത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന റംസാർ സൈറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. റംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതുകൂടെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. ഓക്കെ, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ജലസ്രോതസ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. അടുത്തതാണ് ഈ പറയുന്ന ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് എന്ന് 10 മാർക്ക് നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിനകത്താണ് ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഉള്ളത്. ഫിസിക്സും കെമിസ്ട്രി എന്തിനകത്താണ് ഉള്ളത്, ഈ പറയുന്ന ഫിസിക്കൽ സയൻസിനകത്ത് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ആറ്റത്തിന്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടത്. അത് കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഭാഗമാണ് ഈ ആറ്റത്തിന്റെ ഘടനയും. പിന്നെ നോക്കേണ്ടത് മൂലകങ്ങളും അവയുടെ വർഗീകരണവുമാണ്. ഓരോ മൂലകങ്ങൾ അവർ വർഗീകരണം, പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ നമ്മുടെ പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പൊതുവെ വരാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങളൊക്കെ വരാറ്. അതുപോലെ ഹൈഡ്രജൻ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത്. സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഊർജ്ജവും അതിന്റെ പരിവർത്തനവും എന്ന് പറയുന്ന ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്ക്, അതേപോലെ തന്നെ പവർ അല്ലെ, വർക്ക് പവർ എന്നീ പറയും ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ. ഈ പറയുന്ന ഊർജ്ജം, ചലനം ഓക്കെ, ഈ പറയുന്ന ചലന നിയമങ്ങൾ, ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് പ്രധാനമായിട്ടും വരാറുണ്ട്. അതേപോലെ ഉത്തോലകങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ഈ പറയുന്ന ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണെന്നുള്ളതാണ്. അടുത്തത് താപവും ഊഷ്മാവുമാണ് കേട്ടോ. താപവും ഊഷ്മാവും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്.
അടുത്തതാണ് പ്രകാശവും ശബ്ദവും. അതിനകത്ത് പ്രകാശം ഒരുപാട് തവണ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് പ്രകാശം എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അതേപോലെ തന്നെ സൗരയുദ്ധവും സവിശേഷതകളും ഈ പറയുന്ന സൗരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ, സോളാർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഗ്രഹങ്ങളും അതേപോലെ തന്നെ ഫോർമേഷൻസും അല്ലെ, വലിയ ഗ്രഹം, ചെറിയ ഗ്രഹം, പറഞ്ഞ ചുവന്ന ഗ്രഹം, ചൂടുള്ള ഗ്രഹം അല്ലെ, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ സൗരയുദ്ധമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാത്സിലേക്ക് റീസണിങ് അറിയാം. അത് ഈ പറയുന്ന രീതിയിൽ അത് എന്തായാലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകേണ്ടതാണ് അല്ലെ. ഈ പറയുന്ന മാത്സും റീസണിങ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 10-20 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് മാത്സ് റീസണിങ്ങും. ഞാനത് പ്രത്യേകിച്ച് ഒരു ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയില്ല. ഓക്കെ, കാരണം ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് മാത്സിന്റെ റീസണിങ് എന്ന് പറയുന്നത്. അത്യാവശ്യം ബേസ് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് മാത്സും റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ അടിസ്ഥാനമായിട്ട് ഈ പറഞ്ഞ മാത്സ് ഒക്കെ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, അതായത് HCF LCMകളും, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകളൊക്കെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനകത്തൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ വാക്കുകളെ കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. പറഞ്ഞ അരിത്തമെറ്റിക്കിനകത്ത് മെന്റൽ എബിലിറ്റി ഒന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ബേസ് അറിഞ്ഞിരുന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത്രയും പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോളോ ചെയ്യുക എന്നുള്ളത്. കറണ്ട് അഫയേഴ്സ് കൂടാതെ തന്നെ നൊബേൽ പ്രൈസ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, അതിന്റെ വെന്യൂ, ഈ പറയുന്ന ഓരോ ഇന്റർനാഷണൽ ഈ പറയുന്ന എന്താണ് ഇപ്പൊ ഗ്ലോബൽ AI സബ്മിറ്റ് നടന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്താണ് ക്ലൈമറ്റ് COP നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ യുനെസ്കോയുടെ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സൈറ്റുകളെ ഡിക്ലെയർ ചെയ്താലും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അല്ലെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ് അല്ലെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫിലിം അവാർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതാണ്. ഗ്രാമി അവാർഡുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, അതൊരു ഗവൺമെന്റിന്റെ സ്കീമുകൾ, ഗവൺമെന്റിന്റെ സ്കീമുകൾ, മിലിറ്ററി എക്സർസൈസുകൾ, അതേപോലെ തന്നെ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് പ്രധാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഉള്ള വനങ്ങൾ, പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള സ്പീഷീസുകൾ, അത് ഏതെല്ലാം വനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്പീഷീസുകളാണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനമായിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പോളിസികളൊക്കെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുള്ള ഭാഗങ്ങൾ കൂടിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ്. അതാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഒരുപാട് പേർക്ക് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളാണ് ഇത്തരത്തിലൊരു ഭാഗം നമ്മൾ ഇത്തരത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ഈ പറയുന്ന രീതിയിൽ അധ്യാപകരോട് മറ്റൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു എന്താണ് ഈ പറയുന്ന രീതി ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും കളയണ്ട എന്നുള്ളതല്ല, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ഈ പറയുന്ന വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മൾ കമ്പനി ബോർഡ് എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലെ, കമ്പനി ബോർഡ് ഈ പറയുന്ന ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ഈ പറയുന്ന പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഫെബ്രുവരി മാസം കഴിഞ്ഞു, ഇനി മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലെ, വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ സിലബസിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ ബേസ് പഠിച്ചു തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ചിലപ്പം സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനം ആകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കമ്പനി കോളേജസിനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ പ്രയാണം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു ബേസ് ഇല്ലാതെ വരുന്ന ഒരാൾക്കും പറയുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ പറയുന്ന കോഴ്സുകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടുന്ന് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, ഞാനീ പറഞ്ഞ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പറയാൻ നിങ്ങൾ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇച്ചിരിയും കൂടെ ലഘൂകരിച്ചാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ വളരെ കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കുറച്ച് കൊണ്ടുവന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തില്ല, ഇനി സ്കിപ്പ് ചെയ്തിട്ട് മാർക്ക് പോയെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കാരണം ഈ പറയുന്ന ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും കൂടെ എന്ത് ചെയ്യുക, പഠനം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും വിട്ട് കളയരുത്. അത് എന്ത് ചെയ്യുക, കൂടെ തന്നെ കൊണ്ടുപോവുക. നിങ്ങളെ കൊണ്ട് കഴിയും.
അല്ലെ ഈ പറയുന്ന വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഉപകാരപ്രദമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.